ഇന്നത്തെ വീഡിയോയിൽ സിവിൽ പ്രൊസീജിയർ കോഡിലെ 18, 19, 20 വകുപ്പുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ വരെ ഏകദേശം നമ്മൾ 17 വരെയുള്ള എല്ലാ വകുപ്പുകളും കവർ ചെയ്താണ്. ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത CPC-യിലെ മറ്റു വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ചാനലിന്റെ വെബ്സൈറ്റ് www.mobilecode.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ സിവിൽ പ്രൊസീജിയർ കോഡിന്റെ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ പഠിക്കാനും സാധിക്കും. അപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മലയാളത്തിലുള്ള നോട്ട്സ് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ 18ാമത്തെ വകുപ്പിലേക്ക് വരാം. അപ്പോൾ ഈ 15 മുതലുള്ള വകുപ്പുകൾ പ്ലേസ് ഓഫ് സൂയിങ്ങിനെ കുറിച്ചാണ് പറയുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അതായത് നമ്മളൊരു വ്യവഹാരം അല്ലെങ്കിൽ ഒരു ഹർജി ഒരു സിവിൽ കോടതിയിൽ ഏത് സിവിൽ കോടതിയിൽ ഫയൽ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഈ 15 മുതൽ മുന്നോട്ടുള്ള വകുപ്പുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന്റെ സബ്ജക്ട് മാറ്ററിനെ അടിസ്ഥാനപ്പെടുത്തി പെക്യൂനറി ജൂറിസ്ഡിക്ഷനെ അടിസ്ഥാനപ്പെടുത്തി കൂടാതെ ഒറിജിനൽ ഓർ അപ്പലറ്റ് ജൂറിസ്ഡിക്ഷനെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരത്തില് കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ പല മേഖലകളിലായിട്ട് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി എവിടെയാണ് നമ്മുടെ വ്യവഹാരം ഫയൽ ചെയ്യേണ്ടതെന്ന് ആണ് ഈ 15 മുതലുള്ള വകുപ്പിൽ പറയുന്നത്. അപ്പോൾ 18ാമത്തെ വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് കോടതിയുടെ അധികാരികതയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കൃത്യതയില്ലായ്മ ഉള്ള സാഹചര്യത്തിൽ എവിടെയാണ് ആ വ്യവഹാരം ഫയൽ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഈ വകുപ്പിൽ കാണിച്ചിരുന്നത്. അപ്പോ അധികാരികതയെ സംബന്ധിച്ച് ഒരു കൃത്യതയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി പല കോടതിയുടെ അധികാര പരിധിയിലായിട്ട് കിടക്കുകയാണ്. പല പോർഷൻസ് പല സ്ഥലത്തായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ചില പോർഷൻസ് നമുക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇത് ഈ കോടതിയുടെ അധികാരപരിധിയാണോ അല്ലെങ്കിൽ മറ്റൊരു കോടതിയുടെ അധികാരപരിധിയാണോ എന്നൊരു സംശയം, ഒരു അൺസർട്ടനിറ്റി. നമുക്കറിയാം, നമ്മളൊരു വ്യവഹാരത്തിലേക്ക് നമ്മുടെ സബ്ജക്ട് മാറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നത് ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്കിൽ, ഇന്ന വില്ലേജിൽ, ഇന്ന ദേശത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്ന ദേശത്ത് ഉത്ഭവിച്ച സംഭവം എന്ന രീതിയിലാണ് ആ ഒരു സംഭവത്തെ, ആ സബ്ജക്ട് മാറ്ററിനെ നമ്മൾ നമ്മുടെ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ജില്ല ഏതാണെന്ന് നോക്കണം, താലൂക്ക് മനസ്സിലാക്കണം, താലൂക്കിന് ശേഷം വില്ലേജ് മനസ്സിലാക്കണം, ശേഷം അത് ഏത് ദേശത്താണ് അത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചില ദേശങ്ങൾ, ഈ ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ വില്ലേജിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കോടതിയുടെ അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നത്. 1 or 2 വില്ലേജുകൾ, വില്ലേജിൽപ്പെട്ട പ്രോപ്പർട്ടി എല്ലാം കൂടി ഒരു കോടതിയുടെ പരിധിയിലേക്ക് വരിക, അല്ലെങ്കിൽ ചില ദേശം, വില്ലേജിന്റെ പരിധിയിലുള്ള ചില ദേശമെല്ലാം കൂടി ക്രോഡീകരിച്ച് ചില കോടതിക്ക് അധികാരം കൊടുക്കുക. അപ്പൊ ഇത്തരത്തില് ചില ദേശം 1 or 2 വില്ലേജിൽ കൂടിക്കിടക്കുന്ന ചില ദേശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇത് ഇന്ന വില്ലേജിലെ പ്രോപ്പർട്ടി ആണോ അല്ലെങ്കിൽ മറ്റൊരു വില്ലേജിലെ പ്രോപ്പർട്ടി ആണോ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ സർവേ നമ്പർ എടുക്കണം. ആ സർവേ നമ്പർ പ്രകാരം അത് ഏത് വില്ലേജ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ വില്ലേജ് ഏത് കോടതിയുടെ അധികാരപരിധിയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തില് ഒരു പ്രോപ്പർട്ടി 2 വില്ലേജിലായിട്ട് അല്ലെങ്കിൽ 2 ദേശത്തായിട്ട് കൂടിക്കലർന്ന് കിടക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു സർട്ടനിറ്റി ഇല്ലായ്മയാണ്, ആ ഒരു അൺസർട്ടനിറ്റി, കൃത്യതയില്ലായ്മ. ഏത് കോടതിയിലാണ് അല്ലെങ്കിൽ ഏത് കോടതിയുടെ അധികാര പരിധിയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നതെന്ന് ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു കൃത്യതയില്ലായ്മ നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏത് കോടതിയിലാണ് ആ വ്യവഹാരം ഫയൽ ചെയ്യേണ്ടതെന്നാണ് ഈ 18ാമത്തെ വകുപ്പിൽ പറയുന്നത്. ആ ഒരു കൃത്യതയില്ലായ്മയുടെ കാരണം ക്ലിയർ ആയിട്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു കോടതി രേഖപ്പെടുത്തിയ ശേഷം ആ കോടതിക്ക് ഈ വ്യവഹാരം ഫയൽ സ്വീകരിക്കാം. അപ്പൊ ഇങ്ങനെ അൺസർട്ടനിറ്റി തോന്നുന്ന സാഹചര്യത്തിൽ അത് ഏതൊക്കെ കോടതികളിലാണോ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കോടതിയിൽ നമ്മൾ ആ ഒരു കേസ് ഫയൽ ചെയ്ത ശേഷം ആ വ്യവഹാരം ഫയലിൽ സ്വീകരിക്കുന്ന കോടതി ചെയ്യേണ്ടത് ആ ഒരു അൺസർട്ടനിറ്റിയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു വ്യവഹാരം ഈ കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഏത് കോടതിയുടെ അധികാരപരിധിയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്, ഈ തർക്ക വിഷയം ഉണ്ടായിരിക്കുന്നത് എന്നൊരു സംശയമുണ്ട്, അതിന്റെ കാരണം, അതിന്റെ സ്വഭാവം, അതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ റെക്കോർഡ് ചെയ്ത ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു കോടതിക്ക് ആ വ്യവഹാരം ഫയലിൽ സ്വീകരിക്കാം എന്ന് 18ാമത്തെ വകുപ്പിൽ പറയുന്നു. ഇനി അതേ കോടതി ആ ഒരു വ്യവഹാരം ഫയലിൽ സ്വീകരിച്ച് അത് വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു കോടതി പറഞ്ഞ വിധിയായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. അതായത് ആ നിശ്ചിത പ്രോപ്പർട്ടി ആ കോടതിയുടെ അധികാര പരിധിയിലായിരുന്നെങ്കിൽ ആ കോടതി ആ തർക്കത്തിന്മേൽ ഒരു വിധി പറയുകയും ആ വിധിക്കുള്ള അതേ എഫക്റ്റ് തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ ഫയൽ ചെയ്ത ഒരു വ്യവഹാരത്തിന്മേലും ഉണ്ടാവുക.
മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ ഒരു വിധിക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഈ കോടതിക്ക് അവിടെ ഒരു അധികാരം ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു, അതിന് പുറത്തു വന്നൊരു വിധിയാണ്. അതുകൊണ്ട് ഒരു അൺസർട്ടൺ ആയിട്ട് നമുക്ക് ഒരിക്കലും കരുതാൻ സാധിക്കില്ല. അങ്ങനെ വിധി പറഞ്ഞെങ്കിൽ കൂടി ആ കോടതിക്ക് അധികാരമുള്ള ഒരു കോടതിയായിട്ട് പരിഗണിച്ച് ആ വിധിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും കൂടി അതേ വകുപ്പിൽ തന്നെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇത്തരത്തിൽ അൺസർട്ടൺ ആയിട്ട് ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ ഏത് കോടതിയിൽ ഫയൽ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അതായത് ഈ കോടതിയിലാണോ അല്ലോ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു കോടതിയിലാണോ ഈ വ്യവഹാരം ഫയൽ ചെയ്യേണ്ടത് എന്നൊരു അൺസർട്ടനിറ്റി, ഒരു കൃത്യതയില്ലായ്മ നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ ഏത് കോടതിയിൽ വേണമെങ്കിലും ഈ രണ്ട് കോടതിയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഫയൽ ചെയ്ത് ആ കോടതി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു അൺസർട്ടനിറ്റി, ആ ഒരു കൃത്യതയില്ലായ്മ, ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് ഒരു കൃത്യതയില്ലായ്മയെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയ ശേഷം അത് വിചാരണയ്ക്കെടുത്ത് വിധി പറയാൻ സാധിക്കും. അങ്ങനെ വിധി പറഞ്ഞാൽ അത് ആ കോടതിയുടെ ശരിയായ അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിച്ച വിധിയുടെ അതേ എഫക്റ്റ് തന്നെയായിരിക്കുമെന്ന് ഈ 18ാമത്തെ വകുപ്പിൽ പറയുന്നു. ഇനി ഒരു പ്രൊവിഷൻ അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ പ്രൊവിഷൻ പറയുന്നത് ഇതിനകത്ത് ഈ ഒരു തർക്ക വിഷയത്തിന്റെ നേച്ചറും വാല്യൂവും അനുസരിച്ച് അതിന്റെ ജൂറിസ്ഡിക്ഷൻ ആ കോടതിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ തർക്ക വിഷയത്തിന്റെ സ്വഭാവം, ഏത് തരത്തിലുള്ള തർക്ക വിഷയമാണ് അതിന്റെ സ്വഭാവം പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ തർക്ക വിഷയത്തിന്റെ മൂല്യം എത്രയുണ്ടെന്ന് പരിശോധിക്കണം. ഈ രണ്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന് ആനുപാതികമായിട്ട് അധികാരമുള്ള കോടതിയും കൂടി ആയിരിക്കണം ഇപ്പോൾ ഈ ഫയൽ സ്വീകരിച്ച കോടതിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു കോടതി എടുക്കുമ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ആ ഒരു തർക്ക വിഷയത്തിന്റെ സ്വഭാവം, തർക്ക വിഷയം ഏത് തരത്തിലുള്ള തർക്ക വിഷയമാണ്, ഇതൊരു ആർബിട്രേഷൻ കേസാണോ, അല്ലെങ്കിൽ ഒരു ഫാമിലി കേസാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റെന്റുമായി ബന്ധപ്പെട്ട കേസാണ്, ഇതിന്റെ സ്വഭാവം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു തർക്ക വിഷയത്തിന്റെ മൂല്യം എത്രയുണ്ടെന്ന് പരിശോധിച്ച് അത് ആ രണ്ട് കാര്യങ്ങളും പരിശോധിച്ച് അത് വിചാരണയ്ക്കെടുത്ത് വിധി പറയാൻ അധികാരമുള്ള കോടതിയായിരിക്കണം. മനസ്സിലായില്ലേ? അൺസർട്ടനിറ്റി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനുമായിട്ട് ഒരു അൺസർട്ടനിറ്റി അവിടെ നിൽപ്പുണ്ട്, അത് മറ്റൊരു കാര്യം. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി രണ്ട് കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഒരു കേസിന്റെ സ്വഭാവവും ആ കേസിനകത്തുള്ള വാല്യൂവും പരിഗണനയ്ക്കെടുക്കാൻ അധികാരമുള്ള കോടതിയായിരിക്കണം ഈ കേസ് വിചാരണയ്ക്കെടുത്ത കോടതിക്ക് ഉണ്ടാവേണ്ടത്. അത് ആ പ്രൊവിഷനിൽ പറയുന്നുണ്ട്. ഇനി അടുത്തായിട്ട് 2ാമത്തെ വകുപ്പില് 18ാമത്തെ വകുപ്പിന്റെ 2ാമത്തെ ഉപവകുപ്പിൽ പറയുന്നു, ഇനി ഇത്തരത്തില് ഈ കോടതി ഒരു വിധി പറഞ്ഞു, ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തില് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയ ശേഷം ഈ കോടതി ഈ കേസ് വിചാരണയ്ക്കെടുത്ത് വിധി പറഞ്ഞതിന് ശേഷം ഈ വിധിക്കെതിരെ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു അപ്പീൽ പോയി അല്ലെങ്കിൽ ഒരു റിവിഷൻ പോയി. അപ്പൊ ഇതിനകത്ത് ഈ അപ്പീലിനകത്ത് അല്ലെങ്കിൽ റിവിഷനകത്ത് ഇവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഈ കോടതി ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ കേസിൽ വിധി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിധിയെ നമുക്ക് സാധൂകരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ വിധി റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പീലോ അല്ലെങ്കിൽ ഒരു റിവിഷനോ പോയി കഴിഞ്ഞാൽ ആ അപ്പീൽ കോടതി അല്ലെങ്കിൽ ആ റിവിഷൻ കോടതി പരിശോധിക്കേണ്ടത് 1ാമത്തെ ഉപവകുപ്പ് പ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു കോടതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി അങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാരണമുണ്ടോ എന്ന് പരിശോധിക്കണം. കൂടാതെ ഇത്തരത്തില് ഈ ഒരു ഇടപെടൽ, ഈ ഒരു അൺസർട്ടൺ സിറ്റുവേഷനിൽ ഈ കോടതി ഈ കേസ് പരിഗണിച്ചതിനെ തുടർന്ന് ഇവിടെ ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ട് എന്നും കൂടി സ്ഥാപിക്കാത്തിടത്തോളം കാലം ഒരു അപ്പീൽ കോടതിക്കോ റിവിഷൻ കോടതിക്കോ ഇത്തരത്തില് ഈ കക്ഷി കൊടുത്ത ഈ വിധിയെ ചോദ്യം ചെയ്ത് ഈ കക്ഷി കൊടുത്ത അപ്പീലിലോ റിവിഷനോ പരിഗണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക, അതായത് അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഏത് കോടതിയിലാണ് ഏത് വ്യവഹാരം ഫയൽ ചെയ്യേണ്ടത്, ഒരു കൃത്യതയില്ലായ്മ, ഒരു സംശയം. ഇങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംശയമുള്ള 2 കോടതിയാണുള്ളത്, ഏത് കോടതിയിൽ ഫയൽ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്യുന്നു. പിന്നീട് ആ കോടതിയുടെ ഉത്തരവാദിത്തമാണ് അതിലൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക. ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് ഒരു അൺസർട്ടനിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ആ അൺസർട്ടനിറ്റിയുടെ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ, കാരണങ്ങൾ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് തന്നെ തയ്യാറാക്കുക. അങ്ങനെ തയ്യാറാക്കിയ ശേഷം ഈ കേസ് കോടതി വിചാരണയ്ക്ക് എടുക്കുകയും അതിൽ വിധി പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായും അതിനകത്തൊരു ഡിഗ്രി ഹോൾഡർ ഉണ്ടാവും, അതിനകത്തൊരു ജഡ്ജ്മെന്റ് ഡെപ്റ്റർ ഉണ്ടാവും. അപ്പൊ ജഡ്ജ്മെന്റ് ഡെപ്റ്ററെ സംബന്ധിച്ച് ഈ ഒരു വിധിയെ ചോദ്യം ചെയ്യലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കടമ്പ. അപ്പൊ തീർച്ചയായും അദ്ദേഹം ആദ്യം എടുക്കുന്ന ഒബ്ജക്ഷൻ ഈ ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ കോടതി പറഞ്ഞ വിധി റദ്ദാക്കണമെന്നായിരിക്കണം സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എടുക്കുന്ന ഒബ്ജക്ഷൻ. അപ്പൊ അങ്ങനെ ഒബ്ജക്ഷൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്ഷൻ അപ്പീൽ കോടതി അല്ലെങ്കിൽ റിവിഷൻ കോടതി പരിഗണിക്കണമെങ്കിൽ ഈ കേസ് പരിഗണിച്ച കോടതി 1ാം ഉപവകുപ്പിൽ പറഞ്ഞ പ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ടാവാൻ പാടുള്ളതല്ല.
അങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു കാരണം ഉണ്ടാവണം. കൂടാതെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വിധി പറഞ്ഞതിനെ തുടർന്ന് ഇങ്ങനെ ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അധികാരമില്ലാത്ത ഏതെങ്കിലും ഒരു കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു നീതി നിഷേധം സംഭവിച്ചിട്ടുണ്ട്, ജഡ്ജ്മെന്റ് ഡെപ്റ്ററിന് ഒരു നീതി നിഷേധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രോപ്പറായിട്ട് പ്രൂവ് ചെയ്യാൻ ഇതിന് ഈ ഒരു ഹർജിയിലൂടെ സാധിച്ചെങ്കിൽ മാത്രമേ ആ ഒരു അപ്പീൽ കോടതിക്ക് അല്ലെങ്കിൽ ഒരു റിവിഷൻ കോടതിക്ക് ആ ഒരു ഹർജി സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തടത്തോളം കാലം ആദ്യം ആ വിധി പുറപ്പെടുവിച്ച കോടതിക്ക് അധികാരമുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ ആ ഒരു വിധിയെ നമുക്ക് പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. അതിനെ ഒരു അപ്പീലിലൂടെയോ അല്ലെങ്കിൽ ഒരു റിവിഷനിലൂടെയോ ചലഞ്ച് ചെയ്ത് അതിനെ മാറ്റിമറിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ രണ്ടാമത്തെ ഉപവകുപ്പിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ തോന്നുമെങ്കിലും. ഇനി 19ാമത്തെ വകുപ്പിലേക്ക് വരാം. ഇവിടെ പറയുന്നതും സ്യൂട്ട്സ് ഫോർ കോമ്പൻസേഷൻ ഫോർ റോങ്സ് ടു പേഴ്സൺസ് ഓർ മൂവേഴ്സ്. ചലിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ജംഗമ വസ്തുക്കൾ അല്ലെങ്കിൽ മനുഷ്യർ ആളുകൾക്ക് മുകളിൽ ഉണ്ടാക്കുന്ന അപക്വമായ പ്രവൃത്തിയെ തുടർന്ന് അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതിനെതിരെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് ഹർജികൾ ഫയലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെയാണ് ഫയലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആളുകളുടെ മുകളിൽ അല്ലെങ്കിൽ ചലിക്കുന്ന ജംഗമ വസ്തുക്കളുടെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അപക്വമായ പെരുമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, മനുഷ്യരാണെങ്കിൽ അവർക്ക് മാനനഷ്ടം ഉണ്ടാകുന്നു, ആ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. ചലിക്കുന്ന വസ്തുക്കളാണെങ്കിൽ ചലിക്കുന്ന വസ്തുവിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള നാശങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിനെതിരെ, നാശം വരുത്തിയതിനെതിരെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സൂട്ടുകൾ, ഹർജികൾ എവിടെ ഫയൽ ചെയ്യണമെന്നാണ് ഈ 19ാമത്തെ വകുപ്പിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു കോസ് ഓഫ് ആക്ഷൻ എറേസ് ചെയ്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സ്ഥലത്ത് അല്ലെങ്കിൽ എതിർകക്ഷി താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ബിസിനസ് നടത്തുന്നതോ ആയ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും അത്തരത്തിലുള്ള കേസുകൾ നമുക്ക് ഫയൽ ചെയ്യാം. കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് ചലിക്കുന്ന വസ്തുവിന്മേൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന കോമ്പൻസേഷൻസ്, അതുപോലെ തന്നെ ആളുകൾ മാനനഷ്ട കേസൊക്കെ ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, എതിർകക്ഷിക്കെതിരെ ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സ്ഥലത്ത് ഉള്ള കോടതിയുടെ അധികാരപരിധിയിലാണെങ്കിൽ ആ കോടതിയിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എതിർകക്ഷി താമസിക്കുന്ന, എതിർകക്ഷി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എതിർകക്ഷി ബിസിനസ് നടത്തുന്ന സ്ഥലത്തുള്ള കോടതിയിൽ നമുക്ക് അത്തരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്യാമെന്നും ഈ 19ാമത്തെ വകുപ്പിൽ പറയുന്നു. അവിടെ 2 ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. എ റിസൈഡിംഗ് ഡൽഹി ബീറ്റ്സ് ബി ഇൻ കൽക്കട്ട. എ ഡൽഹിയിലാണ് താമസിക്കുന്നത്, ബി താമസിക്കുന്നത് കൽക്കട്ടയിലാണ്. ബി എ അടിച്ചു, കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ബി എ അടിക്കുന്നത്. ബി മേ സ്യൂ എ ഐദർ ഇൻ കൽക്കട്ട ഓർ ഇൻ ഡൽഹി. അപ്പോ ബി എന്ന് പറയുന്ന ആൾക്ക് ഒരു മാനനഷ്ട കേസ് എക്കെതിരെ ഫയൽ ചെയ്യാം. എവിടെ ഫയൽ ചെയ്യാം? എ താമസിക്കുന്ന ഡൽഹിയിൽ വേണമെങ്കിൽ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ബിക്ക് അടി കൊടുത്ത കൽക്കട്ടയിൽ വേണമെങ്കിലും ആ കേസ് ഫയൽ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആ 19ാമത്തെ വകുപ്പിൽ പറയുന്നത്. ഇനി നമുക്ക് 20ാമത്തെ വകുപ്പിലേക്ക് വരാം. 20ാമത്തെ വകുപ്പിൽ പറയുന്നത് അതർ സൂട്ട്സ് ടു ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് വെയർ ഡിഫൻഡൻസ് റിസൈഡ്സ് ഓർ കോസ് ഓഫ് ആക്ഷൻ എറൈസസ്. അപ്പൊ മറ്റ് വ്യവഹാരങ്ങൾ, അപ്പൊ നമ്മൾ ഈ 15ാമത്തെ വകുപ്പ് മുതൽ 19ാമത്തെ വകുപ്പ് വരെ ഓരോ സ്വഭാവത്തിലുള്ള വ്യവഹാരങ്ങൾ എവിടെ ഫയൽ ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് പറയുമ്പോൾ, ഇനി 20ാമത്തെ വകുപ്പിലേക്ക് വരുമ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒന്നിലും പെടാത്ത അതർ സൂട്ട്, മറ്റു വ്യവഹാരങ്ങൾ. അപ്പോൾ ഒന്നിലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ 16 വായിക്കുന്നു, 17 വായിക്കുന്നു, ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് ഏത് തരത്തിലുള്ള വ്യവഹാരങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊന്നും പെടാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങൾ എവിടെ ഫയൽ ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് 20ാമത്തെ വകുപ്പ് പറയുന്നത്. അപ്പോൾ അതർ സൂട്ട്സ്, മറ്റ് വ്യവഹാരങ്ങൾ എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്? എതിർകക്ഷി താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെന്നുണ്ടെങ്കിൽ കോസ് ഓഫ് ആക്ഷൻ ഉണ്ടായ സ്ഥലത്ത്, വ്യവഹാര കാരണം ഉണ്ടായ സ്ഥലത്താണ് നമ്മൾ അത്തരത്തിലുള്ള മറ്റു വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. മുകളിൽ പറയാത്ത മറ്റു വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യേണ്ടതെന്ന് 20ാമത്തെ വകുപ്പിൽ പറയുന്നു. അപ്പോ 20ാമത്തെ വകുപ്പ് വായിച്ചു കഴിഞ്ഞാൽ സബ്ജക്ട് ടു ദ ലിമിറ്റേഷൻസ് അഫോർസഡ്, സബ്ജക്ട് ടു ദ ലിമിറ്റേഷൻസ് അഫോർസഡ്, മുകളിൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി 15 മുതൽ 19 വരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ നിബന്ധനകൾക്ക് വിധേയമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിബന്ധനകൾക്ക് വിധേയമായി എവരി സൂട്ട് ഷാൾ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ്, ഏതൊരു സൂട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ കോർട്ട് വിത്തിൻ ദി ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ. അപ്പോ മുകളിൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി ഏതൊരു സൂട്ട്സും താഴെ പറയുന്ന ക്ലോസുകൾ പ്രകാരമുള്ള സ്ഥലത്ത് നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കും. ആദ്യം പറയുന്നത് എതിർകക്ഷി അല്ലെങ്കിൽ എതിർകക്ഷികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവർ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തുള്ള കോടതിയിൽ നമുക്ക് അത്തരത്തിലുള്ള മറ്റു കേസുകൾ ഫയൽ ചെയ്യാൻ സാധിക്കും. ബി ക്ലോസിൽ പറയുന്നത് ഒരുപാട് ഡിഫൻഡൻസ് ഉണ്ട്, എതിർകക്ഷികൾ ഒരുപാട് പേരുണ്ട്. അപ്പോ പലരും പല സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരാള് കോട്ടയത്താണെങ്കിൽ ഒരാൾ കോഴിക്കോട്, മറ്റൊരാൾ തൃശ്ശൂർ, 3-4 എതിർകക്ഷികളുണ്ട്. അപ്പൊ ഇങ്ങനെ 3-4 എതിർകക്ഷികൾ പല സ്ഥലത്തായിട്ട് വരുമ്പോൾ ഏത് കോടതിയിലാണ് നമ്മൾ ഫയൽ ചെയ്യാം? ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മൾ ഏതെങ്കിലും ഒരു കോടതി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് കോടതിയുടെ സമ്മതത്തോടു കൂടി വേണം നമ്മൾ ആ കേസുമായിട്ട് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോ 3 എതിർകക്ഷികളാണുള്ളത്. ഒരാൾ കോട്ടയം, ഒരാൾ കോഴിക്കോട്, ഒരാൾ തൃശ്ശൂർ. നമ്മൾ തൃശ്ശൂരുള്ള കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയുടെ അനുവാദം മേടിച്ചിട്ട് വേണം ആ തൃശ്ശൂർ കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ പിന്നീട് വിധി വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ അവിടെ ഒബ്ജക്ഷൻ ഉയർത്തും. ഞങ്ങളെ കേട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്താണ്, ഞങ്ങൾക്ക് ഇവിടുമായിട്ടൊരു ബന്ധവുമില്ല എന്നൊരു ഒബ്ജക്ഷൻ വരാം. അപ്പോൾ ഡിഫൻഡൻസ് താമസിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നോ അതിലധികമോ ഡിഫൻഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ആ കോടതിയിൽ ഫയൽ ചെയ്യാം. ഈ 2 പേരും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ പ്രിഫർ ചെയ്യുന്നു, അവിടെ ആ കോടതിയുടെ അനുവാദം വാങ്ങിച്ചു വേണം നമ്മൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ. അതോടൊപ്പം പറയുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് എതിർകക്ഷികളുടെ അനുവാദം മേടിച്ച് വേണം നിങ്ങൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പൊ തൃശ്ശൂർ കോടതിയിൽ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കോഴിക്കോടുള്ള കോട്ടയത്തുമുള്ള 2 എതിർകക്ഷികളോടും അവരോട് അനുവാദം മേടിച്ചിട്ട് വേണം നമ്മൾ തൃശ്ശൂർ കേസുമായിട്ട് പോകാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ബി ക്ലോസിൽ പറയുന്നത്. അപ്പൊ എയും ബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിനകത്ത് വ്യത്യാസം ഇതാണ്. സി ക്ലോസിൽ പറയുന്നത് കോസ് ഓഫ് ആക്ഷൻ ഹോളി ഓർ ഇൻ പാർട്ട് അറൈസസ്. അപ്പോൾ ഒരു വ്യവഹാര കാരണം മുഴുവനായോ ഭാഗികമായോ ഉത്ഭവിച്ചിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അതാണ് സി ക്ലോസിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വകുപ്പിൽ പറഞ്ഞു തരുന്നത്. ഇനി ഒരു വിശദീകരണം 20ാമത്തെ വകുപ്പിൽ ചേർത്തിട്ടുണ്ട്. അതായത് ഒരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കമ്പനികൾ, കോർപ്പറേറ്റുകൾ, ഇവരുടെയൊക്കെ ഇന്ത്യയിൽ ആകമാനം അവർക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ, അവർക്ക് ഓരോ പ്രദേശത്തും അവരുടെ ഓഫീസ് ഉണ്ടെങ്കിൽ, ആ ഏതെങ്കിലും ഒരു ഓഫീസിന്റെ പരിധിയിൽ വെച്ച് എന്തെങ്കിലും ഒരു കോസ് ഓഫ് ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഓഫീസിന്റെ അവിടെയാണ് ആ ബിസിനസ് നടന്നതെന്ന് അനുമാനിച്ചുകൊണ്ട് നമുക്ക് അവിടെയുള്ള കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ഇപ്പൊ ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ ഇന്ത്യയിൽ മൊത്തം ബിസിനസ് നടത്തുന്ന കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും അവർക്ക് ഓഫീസുണ്ട്, ഡെലിവറി പോയിന്റുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സാധനം മേടിച്ചത് നമ്മുടെ ഇവിടെയുള്ള ഓഫീസിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പൊ നമ്മൾ ഈ ആമസോണിനെതിരെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനെതിരെ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇവരുടെ ഓഫീസ്, ലോക്കൽ ഓഫീസ് എവിടെയാണോ അവിടെയുള്ള കോടതിയിൽ നമുക്ക് കൊണ്ട് കേസ് ഫയൽ ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നത് അവിടെ നമുക്ക് എന്തായി, ഈ ലോക്കൽ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തെ അവരുടെ ബിസിനസ് നടക്കുന്നു എന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം, അങ്ങനെ ഡീം ചെയ്യാമെന്ന് ഒരു വിശദീകരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ് അല്ലെങ്കിൽ ബോംബെയിലാണ്, അവിടെ കൊണ്ടുപോയി നമ്മൾ കേസ് ഫയൽ ചെയ്യണം എന്നതിനകത്ത് അർത്ഥമില്ല. അവരുടെ താഴെയുള്ള ഓഫീസ് ഏത് ഭാഗത്താണോ ഉള്ളത്, ഏത് സ്ഥലത്താണോ ഉള്ളത്, ആ സ്ഥലത്താണ് ബിസിനസ് നടക്കുന്നതെന്ന് അനുമാനിച്ചുകൊണ്ട് നമുക്ക് അവിടെയുള്ള കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്യാമെന്ന് ഒരു വിശദീകരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ 2 ഇല്ലസ്ട്രേഷൻസ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ഒരു ട്രേഡ് മാൻ ആണ്, അദ്ദേഹം കൽക്കട്ടയിലാണ് ട്രേഡ് നടത്തുന്നത്. ബി അദ്ദേഹത്തിന്റെ ബിസിനസ് ഡൽഹിയിലാണ് നടത്തുന്നത്. അപ്പോ ബി അദ്ദേഹത്തിന്റെ ഏജന്റ് ത്രൂ എന്താണ് എയോട് റിക്വസ്റ്റ് ചെയ്യാണ് കുറച്ച് സാധനങ്ങൾ ബിക്ക് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഈസ്റ്റേൺ റെയിൽവേ ത്രൂ ബിക്ക് ഡെലിവറി ചെയ്യാണ്. അങ്ങനെ ബിയുടെ ഉത്തരവാദിത്തമാണ് ഇതിന് പൈസ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ പൈസ കിട്ടിയില്ലെങ്കിൽ എക്ക് ബിക്കെതിരെ ഒരു കേസ്, ഒരു മണി സൂട്ട് ഫയൽ ചെയ്യണം. അദ്ദേഹം എവിടെ ഫയൽ ചെയ്യും? അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ എവിടെ ഫയൽ ചെയ്യാം? കോസ് ഓഫ് ആക്ഷൻ എറേസ് ചെയ്ത സ്ഥലത്ത് ഫയൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ഫയൽ ചെയ്യാം. കോസ് ഓഫ് ആക്ഷൻ നടന്ന കൽക്കട്ടയിൽ വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ എതിർകക്ഷി താമസിക്കുന്ന ഡൽഹിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് കേസ് ഫയൽ ചെയ്യാമെന്ന് എ ഇല്ലസ്ട്രേഷനിൽ പറയുന്നു. രണ്ടാമത്തെ ഒരു ഇല്ലസ്ട്രേഷൻ, എ റിസൈഡ്സ് അറ്റ് സിംല. എ താമസിക്കുന്നത് സിംലയിലാണ്, ബി താമസിക്കുന്നത് കൽക്കട്ടയിലാണ്, സി താമസിക്കുന്നത് ഡൽഹിയിലാണ്. എയും ബിയും സിയും കൂടി ചേർന്നിട്ട് ബനാറസിൽ വെച്ചിട്ട് ബിയും സിയും ഒരു പ്രോമിസറി നോട്ട് ആർക്ക് കൊടുക്കുന്നു? എക്ക് കൊടുക്കുന്നു. എ ഇവർക്കെതിരെ, ബിക്കും സിക്കുമെതിരെ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എവിടെ ഫയൽ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് കോസ് ഓഫ് ആക്ഷൻ എറേസ് ചെയ്ത ബനാറസിൽ വെച്ച് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൽക്കട്ടയിൽ ഫയൽ ചെയ്യാം, അതായത് കൽക്കട്ടയിലാണ് ബി താമസിക്കുന്നത്, അല്ലെങ്കിൽ ഡൽഹിയിൽ ഫയൽ ചെയ്യാം, സി അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ കൽക്കട്ടയിൽ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ അനുവാദം മേടിച്ച് വേണം കൽക്കട്ടയിൽ ഫയൽ ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ സിയുടെ അനുവാദവും കൂടി വാങ്ങിച്ചിട്ട് വേണം കൽക്കട്ടയിൽ ഫയൽ ചെയ്യാൻ. ഇനി ഡൽഹിയിൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഫയൽ ചെയ്യാം, കോടതിയുടെ അനുവാദം മേടിച്ച് ഡൽഹിയിൽ ഫയൽ ചെയ്യാം. ഇതല്ലെന്നുണ്ടെങ്കിൽ ബിയുടെ അനുവാദം മേടിച്ചിട്ട് ഡൽഹിയിൽ ഫയൽ ചെയ്യാം. അപ്പൊ ആ കാര്യമാണ് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 18, 19, 20 വകുപ്പിലായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ബാക്കി വകുപ്പുകൾ നമ്മൾ വരുന്നത്